വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ഒരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പോവാം. വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിൽ 1/2 മുറി നാളികേരത്തിൻ്റെ പകുതി നാളികേരം നമുക്ക് വറുക്കണം. ബ്രൗൺ കളറിലായിട്ട് കിട്ടണം. ഇത് കുറച്ച് വേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുന്നത്. പിന്നെ അതിലൊരു 4 വറ്റൽമുളക് ഇടാം. നന്നായി ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ വെച്ച നാളികേരം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിൽ എടുക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഇല്ലാണ്ട് ഇത് അടിച്ചെടുക്കാം. നമ്മൾ ആ ചീഞ്ചട്ടിയിലത്തെ ആ വെളിച്ചെണ്ണയിൽ തന്നെ സവാള ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് വേപ്പില, പിന്നെ നാളികേരം ചെറുതാക്കിയിട്ട് ആക്കിയത് ഇതിലിടാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം കൂടി നേരിയതായിട്ടൊന്ന് ഫ്രൈ ആക്കണം. ഇതിലേക്ക് മസാല കൂട്ടണം. 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തക്കാളി, ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട്, അത് വീത്താം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിലേക്ക് ഞാൻ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇടാൻ പോണു. പിന്നെ അതിൻ്റെ സ്റ്റോക്ക് വീത്താം കുറച്ച്. ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ വറുത്തരച്ച നാളികേരം ഇതിലിടാൻ പോവാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ചാറ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മുമ്പ് വറുത്തരച്ച നാളികേരം ഇട്ടിട്ട് ശരിയാക്കാം. ഇപ്പം ഞാൻ ഇത് ഫ്രൈ ആയിട്ട് എടുക്കേണ്ട കാരണം ഇപ്പം ഇട്ടത്. ഒന്ന് വെറുതെ തിളച്ചോട്ടെ നേരിയതായിട്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കി. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.